ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാളത്തെ മാത്സ് എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പേ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മാത്സിലെ കഴിഞ്ഞ വർഷത്തെയും അതുപോലെ തന്നെ 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ഇൻ ദ ഡയഗ്രാം ലൈൻ ON, ഓക്കെ, ON എന്ന് പറയുന്ന ഈ ലൈന്, PM എന്ന് പറയുന്ന PM ഇത്, ഓക്കെ, അക്രോസ് ഈച്ച് അതർ എമംഗ് ദ 4 ആംഗിൾസ് ഫോംഡ് 1 ആംഗിൾ ഈസ് ഗിവൺ. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ 4 ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. 1 2 3 4. ഇവിടെ ഒരു ആംഗിളിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? 65 ഡിഗ്രി എന്ന്. അത് ഏതാണ്? MCO അല്ലേ? OCM 65 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ PCN ആംഗിൾ MCN. ഓക്കെ, ഇപ്പോൾ PCN എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഇങ്ങനെ എടുത്താൽ നമുക്കറിയാം ഇതൊരു ലീനിയർ പെയറാണ്. ലീനിയർ പെയർ 180 ഡിഗ്രിയാണ്, ഒരു 65 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പം മറ്റേ ആംഗിൾ കാണാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? 180 നിന്ന് 65 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 10 നിന്ന് 5 പോയാൽ 5, ഇവിടെ 7, 7 നിന്ന് 6 പോയാൽ 1, 1, 115 ഡിഗ്രി അല്ലേ? 115 ഡിഗ്രിയാണ് നമുക്ക് ഇവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്? 115 ഡിഗ്രി. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ 150 ഡിഗ്രി ആണെന്ന് വെച്ചാൽ ഇവിടെയും 115 ഡിഗ്രിയാണ്. അതെന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി ഇവിടെ 65 ആണെന്ന് വെച്ചാൽ ഇവിടെ എന്തായിരിക്കും? 65 ഡിഗ്രി ആയിരിക്കും. അതൊക്കെ എന്താണ്? ഓക്കെ, അപ്പം നമുക്ക് 65 ഡിഗ്രിയാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇവിടെയും 65 ഡിഗ്രിയാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി ഇവിടെ 65 ഡിഗ്രി എന്ന് വെച്ചാൽ ഇതൊരു ലീനിയർ പെയറാണ്. ലീനിയർ പെയർ ആകുമ്പോൾ 180 നിന്ന് നമ്മൾ 65 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 115 കിട്ടി. അപ്പോൾ ഇവിടെ 115 ആൻസർ ഈക്വൽ ആംഗിൾസ് ആർ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഇവിടെയും 150 ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടി. റൈറ്റ് എനി പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ. ഓപ്പോസിറ്റ് ആംഗിളിൽ ഏതാണ്? ഇവിടെ ഇപ്പം നമുക്ക് ആംഗിൾ MCN. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ആംഗിൾ NCP. ഓക്കെ, ഓപ്പോസിറ്റ് ആംഗിൾസ് കണ്ടുപിടിക്കുക, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് ഓപ്പോസിറ്റ് ആണെച്ചാൽ ഇത് രണ്ടും ഓപ്പോസിറ്റാണ്, ഇത് രണ്ടും ഓപ്പോസിറ്റാണ്. ഓക്കെ, ഇനി ഫൈൻഡ് ദ ലീനിയർ പെയർ ഓഫ് ആംഗിൾ OCM. ആംഗിൾ OCM, അപ്പോൾ OCM എവിടെയാണെന്ന് കണ്ടിരിക്കുക? OCM. ഇതിൻ്റെ ലീനിയർ പെയർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഒന്നുകിൽ നമുക്ക് ഇവിടെ ഇതൊരു ലീനിയർ പെയർ ആക്കാം. അപ്പോൾ അതിൻ്റെ ജോഡി വരെ OCP ആയിരിക്കും. ആംഗിൾ OCP. ഇങ്ങനെ ലീനിയർ പെയർ എടുത്തിട്ടുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ലീനിയർ പെയർ എടുക്കാം. അപ്പോൾ അതിൻ്റെ ജോഡി എന്തായിരിക്കും? ആംഗിൾ MCN. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് 4 മാർക്കാണ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഒരു ടേബിളാണ് തന്നിട്ട് 5 സ്റ്റുഡൻസിൻ്റെ ഹൈറ്റാണ്. സുനിത 1.43, സുനീർ 1.5, സജിത്ത് 1.48, സ്നേഹ 1.30, അനീഷ് 1.05. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. Students should stand based on their height from lowest to highest in the parade. The student who has the lowest height will stand in front and the highest will stand back. അതായത് ലോവസ്റ്റ് കുട്ടികൾ മുന്നിൽ നിൽക്കണം, ഹയസ്റ്റ് കുട്ടികൾ ബാക്കിൽ നിൽക്കണം. ഹയസ്റ്റ് ഹൈറ്റ് ഉള്ളത് ബാക്കിൽ നിൽക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ്? ഹൂ വിൽ സ്റ്റാൻഡ് ഫസ്റ്റ്. അപ്പോൾ ആരാണ് ഫസ്റ്റ് നിൽക്കേണ്ടത്? ഫസ്റ്റ് നിൽക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ഹൈറ്റ് ഉള്ള ആളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം 1.05 ആണ് ഏറ്റവും ചെറുത് അല്ലേ? അപ്പോൾ നമുക്ക് അനീഷിന് എഴുതാം. ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന ആളാരാണ്? അനീഷാണ്. ഓക്കെ, ഏറ്റവും ചെറിയ സംഖ്യയാണ് അനീഷ്. ഇനി ഏറ്റവും വലിയ സംഖ്യ നമുക്ക് ഹൂ വിൽ സ്റ്റാൻഡ് ലാസ്റ്റ് ഏറ്റവും ഹൈറ്റുള്ള ആളാണ് നിൽക്കാം. അതാരാന്ന് കണ്ടുപിടിക്കണം. അത് നമുക്ക് ഇവിടെ അറിയാം 1.5. ഇവിടെ 5 എന്ന് അറിയുന്നത് 1.50 ആണ്. 1.5. ഓക്കെ, അതേ 1.50യും 1.05ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇത് ഏറ്റവും ചെറുതാണ്, ഇത് ഏറ്റവും വലുതാണ്. അതായത് 0 ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെറുതാണ്. ഓക്കെ, ഇവിടുത്തെ 0ന് ഒരു പ്രസക്തിയില്ല. 1.5 എന്ന് പറഞ്ഞാലും 1.50 ആണ്. അത് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഇനി റൈറ്റ് ദ നെയിംസ് ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ഹൈറ്റ്. ഇനി അവരുടെ ഹൈറ്റിൽ നമ്മൾ എഴുതണം. ഓക്കെ,
അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ അനീഷ എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അനീഷിൻ്റെ പേര് എഴുതാം. നെക്സ്റ്റ് നമ്മൾ ആരാണ്? സ്നേഹയാണ് രണ്ടാമത് ഹൈറ്റ്. മൂന്നാമത് നമുക്ക് ആരെഴുതാം? സുനിതനെ എഴുതാം 1.43. നാലാമത് നമുക്ക് 1.48 ഉള്ള സജിത്തിനെ എഴുതാം. അഞ്ചാമത് നമുക്ക് സുനീറിനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് സ്റ്റുഡൻറ്റ്. ഫസ്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ 1.50, ലാസ്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ 1.05. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കാണാം. അപ്പോൾ നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരുന്നു, അതേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ നമ്പേഴ്സ് മാറാമെന്നല്ലാണ്ട് പാറ്റേൺ ഒന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക, ലോവസ്റ്റും ഹയസ്റ്റും കണ്ടുപിടിക്കുക, അതിൻ്റെ ഡിഫറൻസ് കാണും. ഇതൊക്കെ സെയിം ക്വസ്റ്റ്യൻസ് പാറ്റേൺ തന്നെയാണ്. അപ്പോൾ 0 നിന്ന് 5 പോകില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കടമെടുത്തു. അപ്പം 10 10 നിന്ന് 5 പോയാൽ 5. അപ്പോൾ ഇവിടെ എത്രയായി? 4. ഒന്ന് നമ്മൾ അങ്ങോട്ട് കടം കൊടുത്തല്ലോ, അപ്പോൾ 4. 4 നിന്ന് 0 പോയാൽ എത്രയാണ്? 4. ഓക്കെ, പിന്നെ 0.211. അപ്പോൾ എത്രയാണ്? 0.45 ആണ്. അതായത് ഏറ്റവും ഹൈറ്റുള്ള ആളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ഹൈറ്റുള്ള ആൾ നമ്മൾ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 0.45 ആണ്. അപ്പോൾ രണ്ടാമത്തെ ആക്ടിവിറ്റി കഴിഞ്ഞ് നമുക്കിനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. To make a door for house, we need 5 wooden sheets, 2 meter length, 1 meter breadth and 5 centimeter width. The cost of 1 cubic meter wood is 8,000. Find the total cost of the wooden sheet. Write all the steps in details. അപ്പം തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? നമ്മൾ ഒരു പലകയാണ്. ടു മേക്ക് എ ഡോർ ഓഫ് എ ഹൗസ്, ഒരു ഹൗസിൻ്റെ ഡോർ ഉണ്ടാക്കണം. അതിന് 5 വുഡൻ ഷീറ്റ് നമുക്ക് വേണം. അതെങ്ങനത്തെയാണ്? 5 വുഡൻ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് 2 മീറ്റർ ലെങ്ത്ത്, അതായത് ഓരോന്നിൻ്റെയും വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. 1 മീറ്റർ ബ്രെഡ്ത്ത്, അതേപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മീറ്ററിലാണ് തന്നത്, ഇത് മാത്രം 5 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിങ്ങനെ എഴുതിയാൽ പോരാ. അതായത് 2 മീറ്ററിന് നമ്മൾ സെൻറ്റിമീറ്റർ ആക്കണം, അപ്പോൾ 200 എന്ന് കിട്ടി. 1 മീറ്ററിന് നമ്മൾ സെൻറ്റിമീറ്റർ ആക്കണം, അതായത് 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക, അപ്പോൾ നമുക്ക് 100 എന്ന് കിട്ടി. ഓക്കെ, പിന്നെ 5 സെൻറ്റിമീറ്റർ അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? അപ്പോൾ നമുക്ക് 10,000 ആണ്. ഇത് നമ്മൾ ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 10,000 കിട്ടി. അതായത് 200 ഇൻറ്റു 100 എത്രയാണ്? 2,000 ആണ്. 2,000 ഇൻറ്റു 5 10,000. അപ്പോൾ നമുക്ക് ഒരു ഷീറ്റ് 10,000 ആണ്. ഇങ്ങനത്തെ 5 എണ്ണം വേണമെന്നാണ് പറഞ്ഞത്. അപ്പം 5 ഇൻറ്റു 10,000 അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക? എത്ര ക്യൂബിക്കാണ്? 50,000 ക്യൂബിക് മീറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. ഇനി അടുത്ത എന്താണ്? ഒരു ക്യൂബിക് മീറ്ററിന് 8,000 ആണ്. ഒരു ക്യൂബിക് മീറ്ററിന് 8,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5,000 ക്യൂബിക് സെൻറ്റിമീറ്ററിന് എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കാം. സെൻറ്റിമീറ്ററിലാണ്, ഇത് ക്യൂബിക് മീറ്ററിലാണ്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ക്യൂബിക് മീറ്ററിന് 8,000 എന്നാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു ക്യൂബിക് മീറ്ററിന് 8,000 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 50,000 ക്യൂബിക് മീറ്റർ ആണുള്ളത്, സെൻറ്റിമീറ്റർ ആണുള്ളത്. ഇവിടെ സെൻറ്റിമീറ്റർ ആണുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ എന്തിനേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 100 ഇൻറ്റു 100 ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യും, സീറോസ് നമ്മൾ കട്ട് ചെയ്തിൻ്റെ ഇവിടെ എന്താ ഉള്ളത്? 5/10 ആണ് ഉള്ളത്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ക്യൂബിക് മീറ്റർ. ഇനി നമുക്ക് ഇത്രയും ക്യൂബിക് മീറ്ററാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ 8,000 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. 5 ഇൻറ്റു 800 ദാറ്റ് ഈസ് 4,000 കിട്ടി. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ സെൻറ്റിമീറ്ററും മീറ്ററും ആണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഈ മെഷർമെൻ്റ് ഒക്കെ സെൻറ്റിമീറ്ററിലാക്കണം.
എന്നിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്റർ ക്യൂബാണ് കിട്ടിയത്. അതിനെ നമ്മൾ എന്താക്കി മീറ്ററിലേക്ക് മാറ്റണം. ആ മീറ്ററിലേക്ക് മാറ്റിയതിന് കാരണം ഒരു ക്യൂബിക് മീറ്ററിലാണ് നമുക്ക് 8000 എന്ന് തന്നത്. അപ്പോൾ നമ്മൾ ക്യൂബിക് മീറ്ററിലേക്ക് കാണാൻ വേണ്ടിയിട്ട് 100 × 100 × 100 ചെയ്തു. അതായത് സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് 5/10 കിട്ടി. ആ 5/10നെയാണ് നമ്മൾ 8000 കൊണ്ട് ഇൻറ്റു ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് നമുക്ക് ആംഗിൾസിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളാണ്, നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ 50 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആംഗിൾ എ ഇ ഡി ആണ് ഫസ്റ്റ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് 180 ലീനിയർ പെയറാണ്. അതിൽ നിന്ന് 50 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 130. അപ്പോൾ ഫസ്റ്റ് എ ഇ ഡി 130 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആംഗിൾ എ ഇ സി എവിടെയാണെന്ന് നോക്കുക. എ ഇ സി സിമ്പിളാണ്. ഇതിൻ്റെ 50ൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് എ ഇ സി. അതുകൊണ്ട് അത് നമുക്കൊന്നും ചെയ്യാണ്ട് തന്നെ 50 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇനി അടുത്ത് നമ്മളോട് സി ഇ എഫ് ആണ്. സി ഇ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവമാണ്. സി ഇ എഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് കിട്ടി? ഇവിടെ 50 ഡിഗ്രി ആണല്ലോ. ഇവിടെ ഇതൊരു ലീനിയർ പെയറാണ്. ഇത് 50 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 130 ഡിഗ്രി ആയിരിക്കും. അത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് 130 ഡിഗ്രി ആണെച്ചാൽ ഇത് നോക്കൂ, ഇത് എത്രയായിരിക്കും? ഇത് 130. അതായത് ഈ ഒരു ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത്. ഓക്കെ, ഇത് 130 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്കത് കിട്ടി 130.